മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ? തൃപ്പൂണിത്തറ മാറ്റം ആഗ്രഹിക്കുന്നു. ഉണ്ണികൃഷ്ണനായിരിക്കും ജയിക്കുന്നത്. ഉറപ്പാണ്. ഉണ്ണികൃഷ്ണൻ. ഞാനിപ്പോ ഈ കോളത്തിൽ എന്ത് പറയാനാണ്, തൃപ്പൂണിത്തറയില് KN ഉണ്ണികൃഷ്ണന്റെ ഇതാണ് വന്നേക്കണ. ഞങ്ങൾ അന്തിപ്പിച്ചക്കാരാണ്. എല്ലാം കിട്ടുന്നുണ്ട്. അപ്പൊ LDF തന്നെ മതി എന്നാണ് ആഗ്രഹം. അഞ്ജലി നായർ ജയിക്കും. KN ഉണ്ണികൃഷ്ണൻ ഉറപ്പിച്ച് ഭൂരിപക്ഷം ഉറപ്പാണ്. KN ഉണ്ണികൃഷ്ണൻ. എന്താ ഇവിടുത്തെ നേരത്തെ കോൺഗ്രസിന്റെ ആൾക്കാരായിരുന്നല്ലോ. ചേട്ടാ, ഇവിടെ ഈ തൃപ്പൂണിത്തറയിലേ മൊത്തത്തിൽ നോക്കുമ്പോ ആര് ജയിക്കുമെന്നാ തോന്നുന്നു? ഒരു ജയസാധ്യത നമസ്കാരം, നീഷം ഫസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജനുവരി 2026. നമ്മളിപ്പോൾ ഉള്ളത് തൃപ്പൂണിത്തറയിലാണ്. എന്താണ് തൃപ്പൂണിത്തറയിലെ ജനവികാരം? നമുക്ക് ഇവിടുത്തെ ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം. അമ്മമ്മ ആര് വരണമെന്ന് ആഗ്രഹിക്കുന്നത്? ആര് വരണമെന്ന് ആഗ്രഹിക്കുന്നത്? ആര് ജയിക്കും? ഞാൻ ഇപ്പൊ ആഗ്രഹിക്കുന്നത് വേറൊന്നുമല്ല, ഞങ്ങൾ അന്തിപ്പിച്ചക്കാരാണ്. ഈ പെൻഷനും റേഷനരിയും ഒക്കെ കൊണ്ട് കഴിയുന്നതാണ്. അപ്പൊ ആര് വന്നാലും നമുക്ക് കുഴപ്പമില്ല. എല്ലാം കിട്ടുന്നുണ്ട്. LDF വന്നിട്ട് എല്ലാ സാധനവും തന്നെ ഉണ്ട്. എല്ലാ സാധനവും എനിക്ക് കിട്ടുന്നുണ്ട്. എല്ലാം കിട്ടുന്നുണ്ട്. അപ്പൊ LDF തന്നെ മതി എന്നാണ് ആഗ്രഹം. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ നടക്കണമെന്നുണ്ടോ? കാരണം പാവപ്പെട്ടവരുടെ പാർട്ടിയല്ലേ. ഞങ്ങൾ വലിയ ആളന്മാരടുത്ത് എന്താ കാര്യം അല്ലേ പോലെ. ഇവിടെ നമ്മുടെ തൃപ്പൂണിത്തറയിൽ ആര് വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്? KN ഉണ്ണികൃഷ്ണൻ. മണ്ഡലത്തില് ഉണ്ണികൃഷ്ണൻ. KN ഉണ്ണികൃഷ്ണനാണ് സാധ്യത ഞാൻ കാണുന്നത്. ഉണ്ണികൃഷ്ണൻ സാറ് ജയിക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. LDF ജയിക്കുമെന്നാണ്. ഉണ്ണികൃഷ്ണൻ തന്നെ LDF ജയിക്കും. ഹലോ, നമ്മുടെ ഈ തൃപ്പൂണിത്തറയിലുണ്ടല്ലോ, ആരാ ജയിക്കാൻ തോന്നുന്നത്? ഒരു ജയസാധ്യത ആർക്കാ? ജനങ്ങള് നല്ലൊരു വിവരം ഇതിനുള്ള ആൾക്കാരല്ല. അതാണ് ഈ ദൂരക്കാഴ്ച അതില്ല ഇവിടെ കേരളത്തിൽ. അതുകൊണ്ട് ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റില്ല. ദൂരക്കാഴ്ച നാടിന് മോശമായിട്ട് ആൾക്കാരായിരിക്കും ഇതുവരെ ജയിച്ചു വന്നിട്ടുള്ളത്. ഇനി നല്ല ആൾക്കാർ പറഞ്ഞാൽ ജനം ഞാൻ BJP. തൃപ്പൂണിത്തറയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി KN ഉണ്ണികൃഷ്ണൻ ജയിക്കുമെന്നാണ് എനിക്ക് പറയാം. ഭൂരിപക്ഷം കിട്ടും. KN ഉണ്ണികൃഷ്ണൻ ജയിക്കും. ഉണ്ണികൃഷ്ണൻ ചേട്ടനാണ്. KN ഉണ്ണികൃഷ്ണൻ ജയിക്കും. ഉറപ്പാണ്. ഭൂരിപക്ഷം കിട്ടും. തൃപ്പൂണിത്തറ ചേട്ടൻ എടുക്കും. അഞ്ജലി നായർ ജയിക്കും. ചക്കച്ചിഹ്നത്തില് ഉറപ്പാണ് ജയിക്കും. ചേട്ടാ ഒരു മിനിറ്റ് നിൽക്കും. അല്ലല്ല, ആരാ ജയിക്കുമെന്ന് മാത്രം പറഞ്ഞാൽ മതി. തൃപ്പൂണിത്തറ ആർക്കാ ജയസാധ്യത അന്ന് പറയൂ. LDF. KN ഉണ്ണികൃഷ്ണൻ ജയിക്കും. LDF വരണമെന്നാണ്. KN ഉണ്ണികൃഷ്ണൻ ജയിക്കും. ഇല്ല, കുറ്റം പറയാനില്ലാത്തതുകൊണ്ട് KN ഉണ്ണികൃഷ്ണൻ ജയിക്കും. ഭൂരിപക്ഷം ഉണ്ടാവോ? KN ഉണ്ണികൃഷ്ണൻ ജയിക്കും. ഭൂരിപക്ഷം കിട്ടുമോ? ഉറപ്പാണ്. ഞാനിപ്പോ ഈ കോളത്തിൽ എന്ത് പറയാനാണ്, തൃപ്പൂണിത്തറയില് KN ഉണ്ണികൃഷ്ണന്റെ ഇതാണ് വന്നേക്കണ. KN ഉണ്ണികൃഷ്ണനാണ് വന്നേക്കണ. അദ്ദേഹത്തിനാണ് സാധ്യത. പക്ഷേ ഇത്തവണ LDF വരും. KN ഉണ്ണികൃഷ്ണനാണ് തോന്നുന്നത്. ഇതൊക്കെ കണ്ടിട്ട് പ്രകടനമൊക്കെ കണ്ടിട്ട് KN ഉണ്ണികൃഷ്ണനാണ് തോന്നുന്നത്. ഞങ്ങള് തൃപ്പൂണിത്തുറ NDA ജയിക്കണമെന്ന് ആഗ്രഹിക്കണേ. NDA BJP ജയിക്കണോ? NDA BJP. KN ഉണ്ണികൃഷ്ണൻ ഉറപ്പിച്ച് ഭൂരിപക്ഷം ഉറപ്പാണ്. ബാക്കി രണ്ടുപേർക്കോ? ദീപക് ജോയിക്കും അഞ്ജലി നായരും. അപ്പൊ UDF 2ാം സ്ഥാനം, 1ാം സ്ഥാനം KN ഉണ്ണികൃഷ്ണൻ തന്നെ. ആര് ജയിച്ചാലും നമുക്ക് സന്തോഷമാണ്. ആര് ജയിച്ചാലും സന്തോഷമാണ്. എല്ലാവരും ജയിക്കട്ടെ. ആരെങ്കിലൊക്കെ ചെയ്യുമ്പോൾ സന്തോഷമുള്ളൂ. ആര് ജയിച്ചാൽ സന്തോഷമുള്ളൂ മോനെ. എല്ലാരും ജയിച്ചാൽ സന്തോഷം. എല്ലാവർക്കും ജയിക്കട്ടെ, സന്തോഷമുള്ളൂ. നമുക്ക് ആരെയും ധിക്കരിച്ച് പറയാൻ പറ്റില്ലല്ലോ. എല്ലാവർക്കും വേണം പറയാം. കൈപ്പത്തിയാണോ, അരിവാളാണോ, അതോ ചക്കയാണോ? ആരാ? ഞങ്ങൾ മൂന്നുപേരും ആലോചിക്കണ്ടേ.
അതുപോലുണ്ടെങ്കിൽ ചക്ക മുറിക്കാനല്ല അരിവാളുണ്ടെങ്കിൽ ചക്ക മുറിക്കാലോ, എന്നിട്ട് കൈപ്പത്ത് കൊണ്ട് കഴിക്കാന്ന്. കൈകൊണ്ട് തിന്ന അതൊക്കെ അഭിപ്രായം പറയുന്നു. LDF ജയിക്കട്ടെ. LDF എന്താ മാറി മാറി വരട്ടെ, ഭരണം മാറി മാറി വരട്ടെ. അപ്പൊ KN ഉണ്ണികൃഷ്ണൻ ജയിക്കുന്നാണോ പറയുന്നത്? എത്ര ഭൂരിപക്ഷം കിട്ടും പറ? ജയിക്കുന്നുള്ളൊരു ഉറപ്പുണ്ട്. ഉറപ്പുണ്ട് ജയിക്കോ? ആണോ? ഉറപ്പാണോ? 100% ഉറപ്പാണ്. ഉണ്ണികൃഷ്ണൻ ജയിക്കുള്ളൂ. ഉണ്ണികൃഷ്ണൻ ജയിക്കുള്ളൂ. KN ഉണ്ണികൃഷ്ണനായിരിക്കും ജയിക്കുന്നത്. ഉറപ്പാണ്. അപ്പൊ ഈ ദീപക് ജോയിയോ അഞ്ജലി നായരൊക്കെയോ ഭൂരിപക്ഷം ഇല്ല അവർക്കൊന്നും? അങ്ങനെ കക്ഷികളായിട്ട് നിൽക്കുന്നേ ഉള്ളു, വെറുതെ നിൽക്കുന്നതാ. എന്നാലും ചാൻസ് കൂടുതൽ ഉണ്ണികൃഷ്ണനാണ്. ഭൂരിപക്ഷം കൂടുതൽ KN ഉണ്ണികൃഷ്ണനാണ്. രണ്ടുപേരും കെട്ടക്കെട്ടല്ലേ. ആരാ? UDF ഉം LDF ഉം? എനിക്കറിയില്ല. അറിയില്ല. എന്നാലും പൊതുവെ ഒരു ട്രെൻഡൊക്കെ അനുസരിച്ച് LDF ആണോ UDF ആണോ? LDF. KN ഉണ്ണികൃഷ്ണൻ. എന്താ ഇവിടുത്തെ നേരത്തെ ഇവർ കോൺഗ്രസിന്റെ ആൾക്കാരായിരുന്നല്ലോ, എന്ത് പറ്റി? അത്ര വലിയ മികച്ച ഒന്നും ഇല്ലേ? മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ? തൃപ്പൂണിത്തറ മാറ്റം ആഗ്രഹിക്കുന്നു. ചക്ക ഇപ്പൊ NDA ഒന്നും ഇല്ലല്ലോ, 2020 മുന്നണിയിലല്ലേ? അപ്പൊ ഇവിടെ എന്തുവാ കോൺഗ്രസിന്റെ മണ്ഡലം വേറെ കോൺഗ്രസ് പ്രവർത്തനം ഒന്നും ഇല്ലാത്തതുകൊണ്ട് 2020 മതിയോ? പറയില്ല, എനിക്കിത്തിരി താല്പര്യമുള്ളവരോടാണ്, അതുകൊണ്ടാണ്. അപ്പൊ അഞ്ജലി നായരുടെ ആ ഒരു പാർട്ടി വരണമെന്നാണ് ആഗ്രഹം. അഞ്ജലി നായർ വിജയിക്കണോ? ഒരു ജയസാധ്യത ആർക്കാ കാണുന്നത്? അഞ്ജലി നായർ. എന്താ? അതാണ് ജയിക്കാൻ സാധ്യതയല്ല. വികസനത്തിന്റെ കാഴ്ചപ്പാടിൽ അവരാണ് BJP അവിടെ ജയിക്കും. അപ്പൊ ഇവിടെ കോൺഗ്രസിന്റെ മണ്ഡലം ആയിരുന്നല്ലോ, കോൺഗ്രസിന് വികസനം ഒന്നും ഉണ്ടായിരുന്നു. പക്ഷെ കോൺഗ്രസിൽ ഇപ്പൊ ഐക്യങ്ങളില്ല, അവര് ഐക്യമില്ല. കോൺഗ്രസ് ഐക്യമില്ലാത്തത് കൊണ്ട് ചക്ക ചിഹ്നത്തിൽ ഞങ്ങൾ അഞ്ജലി നായരെ ജയിപ്പിക്കും, അങ്ങനെയാണ്? അങ്ങനെയല്ല, ഞങ്ങള് ജയിപ്പിക്കുന്നില്ല, അഞ്ജലി നായർക്കാണ് കൂടുതൽ ചാൻസ് ഉണ്ട് ഇവിടെ. ചാൻസ്. ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. മാറ്റം അഞ്ജലി നായരിലൂടെയാണെന്നാണോ? അതെ. ജനവിധി 2026 നമ്മളിപ്പോൾ ഉള്ളത് തൃപ്പൂണിത്തറ മണ്ഡലത്തിലായിരുന്നു. ഇവിടുത്തെ ജനങ്ങളുടെ ആ ഒരു റെസ്പോൺസും അവരുടെ അഭിപ്രായങ്ങളുമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഒരു ത്രികോണ പോരാട്ടം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പോരാട്ടമാണ് മുന്നണികളെല്ലാം ഇവിടെ കാഴ്ചവെക്കുന്നത്. നമുക്കിനി വീണ്ടും ഒരു മണ്ഡലവുമായി കാണാം. അതുവരെ നന്ദി.